പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ സുപ്രധാനമായ ആ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. അഭിഷേകിന്റെ അച്ഛൻ അഭിഷേകിന്റെ വീട്ടിലേക്ക് വന്നതിനെ തുടർന്ന് ദേവബാല മുന്നിലേക്ക് കടന്നു വരികയും ആരാണ് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കാണുന്ന അഭിഷേകിന്റെ അച്ഛൻ, എൻ്റെ പേര് ജയരാമൻ, ഞാൻ ഇവിടെ ഗായത്രിയെ കാണാൻ വന്നതാണ്. ഗായത്രിക്ക് എന്നെ അറിയാം. അയ്യോ, അമ്മ ഇവിടെ ഇല്ലല്ലോ, അമ്മ പുറത്തേക്ക് പോയിരിക്കുകയാണ് എന്ന് ദേവബാല പറഞ്ഞതിനെ തുടർന്ന് ദേവബാലയോട്, നിങ്ങൾ ആരാണ് എന്ന് മനസ്സിലായില്ല, നിങ്ങളെ ഇവിടെ ഇതുവരെ കണ്ടിട്ടുമില്ല, ആരാണ് നിങ്ങളെന്ന് ജയരാമൻ ചോദിക്കുന്നു. ഇതോടെ, ഞാൻ അഭിഷേകിന്റെ ഭാര്യയാണ്. അഭിഷേകിന്റെ ഭാര്യയോ? കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇത് കേട്ടതിനെ തുടർന്ന്, എൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി കണ്ടില്ലേ, അഭിഷേകാണ് ഈ താലി എനിക്ക് കെട്ടിത്തന്നത്. അങ്ങനെയാണ് ഞാൻ അവൻ്റെ ഭാര്യയായത്. ഇത് കേട്ടതിനെ തുടർന്ന്, ഓ, അഭിഷേകിന്റെ ഭാര്യയെ കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ തമ്മിൽ വളരെ നല്ലൊരു പെയർ തന്നെയാണ്. കാണാനും എന്ത് ഭംഗിയാണ് ദേവബാലയെ എന്ന് പറയുന്ന ജയരാമൻ ഇതേ തുടർന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ദേവബാലയാകട്ടെ ഇതൊന്നും അറിയാതെ ദേവബാല പഴയ കാര്യങ്ങളെല്ലാം പറയുന്നതിന് തയ്യാറാവുകയും ചെയ്യുന്നു. ഇതോടെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ് അഭിഷേകിന്റെ അച്ഛൻ. ഇതേ തുടർന്ന് അഭിഷേകിന്റെ അച്ഛൻ ഇനി പുതിയ നീക്കങ്ങൾ ഇത് വെച്ച് നീക്കണം എന്നും കാര്യങ്ങൾ താൻ വിചാരിച്ചതുപോലെ കൊണ്ടുപോകണം എന്നും തീരുമാനം എടുക്കുകയാണ്. ഇതേ തുടർന്ന് അഭിഷേകിനെ ചെന്ന് കാണാൻ അയാൾ ഒടുവിൽ തീരുമാനിക്കുന്നു. അഭിഷേക് എനിക്ക് ജയരാമനെ കാണേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന്, ഞാൻ പറയുന്നിടത്ത് നീ വരണം എന്നുള്ള നിർദ്ദേശം ജയരാമൻ അഭിഷേകിന് കൊടുത്തിരിക്കുകയാണ്. എന്താ, ഭീഷണിയാണോ എന്ന് അഭിഷേക് ചോദിച്ചതിനെ തുടർന്ന് ജയരാമൻ ചിരിക്കുകയും, ഭീഷണി തന്നെയാണ് മോനെ. നീ കൃത്യസമയത്ത് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വന്നില്ല എങ്കിൽ സത്യങ്ങൾ മുഴുവൻ അറിയും. ഇഷ എന്നുള്ള കാര്യം അറിയിക്കുകയും ദേവബാല ആരാണ് എന്നുള്ള കാര്യം ഇഷ അറിയുകയാണ് എങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അഭിഷേക്. ഒടുവിൽ അഭിഷേക് ഞാൻ പറഞ്ഞ സ്ഥലത്ത് കൃത്യസമയത്ത് എത്താം എന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ഇതോടെ ജയരാമൻ ഇനി തൻ്റെ പുതിയ നീക്കങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സമയമായി എന്ന് തിരിച്ചറിയുകയാണ്. ജയരാമനെ ചെന്ന് കാണുന്ന അഭിഷേക്, എന്തിനാണ് നിങ്ങൾ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നത് എന്നും നിങ്ങളെ ഞാൻ ഒഴിവാക്കി വിട്ടതല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന്, അങ്ങനെയൊന്നും ഒഴിവാക്കാൻ നിനക്ക് സാധിക്കുകയില്ല. എനിക്ക് എൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ എത്തുന്നതിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് എൻ്റെ ആവശ്യം. മാത്രവുമല്ല, ഇപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. നീ ഇഷയെ ചതിക്കുകയാണ് എന്നുള്ള കാര്യം ഞാൻ ഇഷയെ അറിയിക്കട്ടെ എന്ന് ചോദിച്ചതിനെ തുടർന്ന്, അയ്യോ, ഞാൻ ഇഷയെ ചതിച്ചതൊന്നുമല്ല. അപ്പോൾ പിന്നെ ദേവബാല ആരാണ്? നിന്റെ ഭാര്യയല്ലേ ദേവബാല? നീ അവളുടെ കഴുത്തിൽ താലി കെട്ടി എന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അവളുടെ കഴുത്തിൽ നീ കെട്ടിയ താലിയുമുണ്ട്. അച്ഛാ, കാര്യങ്ങൾ അങ്ങനെയല്ല. എനിക്ക് ഇഷയെയാണ് വിവാഹം കഴിക്കേണ്ടത്. ദേവബാലയെ ഞാൻ വിവാഹം കഴിച്ചത് അത് അവൾക്ക് അസുഖമുള്ളത് കൊണ്ട് മാത്രമാണ്. അതൊരു നാടകം മാത്രമാണ് എന്ന് അഭിഷേക് പറഞ്ഞതിനെ തുടർന്ന്, ദേവബാലയെ നീ വിവാഹം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ എനിക്ക് എൻ്റെതായ പ്രോഫിറ്റ് വേണം. എനിക്ക് ഈശയുടെ അച്ഛനെ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന് നീയും ഇനി സഹായിക്കണം.
ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണം, അതിനെനിക്ക് സാധിക്കുകയില്ല എന്ന് അഭിഷേക് തുറന്നു പറഞ്ഞതിനെ തുടർന്ന് നിനക്ക് നിഷേധിക്കാൻ സാധിക്കുകയില്ല. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യും, നിനക്ക് അതിനെ സാധിക്കുകയുള്ളൂ. മറുത്താണ് എങ്കിൽ ഞാൻ എല്ലാ സത്യവും ഇഷയെ ചെന്ന് കണ്ട് അറിയിക്കും. ഇഷയും റാംമോഹനും കാര്യങ്ങൾ അറിയുകയാണ് എങ്കിൽ എന്താണ് ഉണ്ടാവുക എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും നിന്നെ കാണാൻ വരുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എനിക്ക് ചെയ്തു തരണം. മാത്രവുമല്ല, വാടകയ്ക്ക് താമസിച്ച് ഞാൻ മടുത്തു കഴിഞ്ഞു. ഇനി കുറച്ചുനാൾ നിന്റെ വീട്ടിൽ വന്ന് നിൽക്കാം. ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് എനിക്ക് അതിനുള്ള അവകാശവും ഉണ്ടല്ലോ. മാത്രവുമല്ല, ഉടനെ തന്നെ എത്തും എന്നുള്ള കാര്യം ഗായത്രിയോടും പറഞ്ഞേക്ക്. നിനക്ക് എതിർപ്പുണ്ടാവുകയില്ല എന്നുള്ള കാര്യം എനിക്കിപ്പോൾ അറിയാമെന്ന് വ്യക്തമാക്കി അവിടെ നിന്ന് പോയിരിക്കുകയാണ് അയാൾ. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുന്ന അഭിഷേക് ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് എത്തുന്നു. അഭിഷേക് വയ്യാതെ തിരികെ വരുന്നത് കാണാൻ ഇടയാകുന്ന ഗായത്രി എന്താണ് കാര്യമെന്ന് ചോദിച്ചതിനെ തുടർന്ന് ജയരാമൻ തന്നെ കാണാൻ വന്നിരുന്നുവെന്നും ദേവബാലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അയാൾ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ അവസരം ഇപ്പോൾ മുതലാക്കാനാണ് അയാൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും തൃപ്തിയായല്ലോ. ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഇവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കണമെന്ന്. ഇപ്പോൾ നിങ്ങളത് തയ്യാറാകാത്തത് കാരണം ജയരാമൻ ഉടൻ തന്നെ ഈ വീട്ടിലേക്ക് വന്ന് താമസിക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. ഇനി അയാളെ കൂടി ഞാൻ സഹിക്കണം. എല്ലാത്തിനും കാരണം ആ ദേവബാലയാണ്. അവൾ കാരണമാണ് എൻ്റെ ജീവിതം തകരുന്നത് എന്ന് അഭിഷേക് പറയുന്നു. ജയരാമൻ വീണ്ടും തൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ് എന്നുള്ള കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഗായത്രിയെ. ഇതേ തുടർന്നാണ് അഭിഷേകിൻ്റെ വീട്ടിലേക്ക് താമസിക്കുന്നതിനായി ജയരാമൻ കടന്നു വരുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.